അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഫ. ഈ സ്ഥലത്തിന് അറഫ എന്ന് പേര് വരാൻ കാരണം അവിടെ വെച്ച് ജനങ്ങൾ അവരുടെ പാപങ്ങൾ മൊഴിഞ്ഞു പറയുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ആദം നബി അലൈഹിസ്സലാം, ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ എന്നിവർ അവിടെ വെച്ച് പരസ്പരം അറിഞ്ഞതുകൊണ്ടാണ്. അതുമല്ലെങ്കിൽ അവിടെ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഹജ്ജിൻ്റെ കാര്യം പഠിപ്പിച്ചു കൊടുത്തതുകൊണ്ടാണ്. ഇങ്ങനെ പല അഭിപ്രായങ്ങളും ഉണ്ട്. ഭൂമിയിൽ വിശാലമായൊരു മലമ്പ്രദേശമാണ് അറഫ. പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ട ഒരു സ്ഥലം. വാദി ഉർനയാണ് അതിൻ്റെ അതിര്. ദുൽഹിജ്ജ 9 എല്ലാ ഹാജിമാരും അവിടെ സമ്മേളിക്കണം. ളുഹറും അസറും യാത്രയുടെ ആനുകൂല്യങ്ങൾ അനുവദിക്കപ്പെടുന്ന ഹാജിമാർക്ക് ജംഉം കസറുമായി നിസ്കരിക്കാം. അല്ലാത്തവർ അതാത് സമയത്തുമാണ് നിസ്കരിക്കുന്നത്. അവിടെ നിൽക്കൽ ഹജ്ജിൻ്റെ ഫർളാണ്. അത് നഷ്ടപ്പെട്ടാൽ ഹജ്ജ് ലഭിക്കാതെ പോകും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹജ്ജ് അറഫയാണ്. ഇസ്ലാമിനു മുമ്പ് ജാഹിലിയ കാലത്ത് വൈകുന്നേരമാകുമ്പോഴേക്കും അറഫയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സ്വഭാവമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അപ്രകാരം ചെയ്യുമെന്ന് ഖുറൈശികൾ ധരിച്ചു. സൂര്യൻ അസ്തമിക്കുന്നത് വരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ തന്നെ നിന്നു. അഥവാ രാത്രിയുടെയും പകലിൻ്റെയും ഓരോ അംശം കഴിഞ്ഞ ശേഷം മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിരിഞ്ഞു പോയിരുന്നുള്ളൂ. ഹജ്ജത്തുൽ വദാഇൽ അറഫ ദിവസം അറഫയിൽ നിൽക്കുമ്പോൾ ഒരു ആയത്തിറങ്ങി. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് തുടങ്ങുന്ന ആയത്ത്. ഇന്ന് നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന ഒരു വെളിപ്പെടുത്തൽ. അറഫയിൽ നിൽക്കുന്നതിൻ്റെ ഉത്തമമായ രൂപം അറഫ ദിവസം സൂര്യോദയത്തിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിലേക്ക് പോയ വഴി തരീഖുൽ ലുബ്ബ് എന്ന റോഡിലൂടെ ആണ് പോകൽ സുന്നത്തുള്ളത്. മശ്അറുൽ ഹറാം എന്ന പള്ളിയുടെയും കൊട്ടാരങ്ങൾ ദൃശ്യമാകുന്ന ഖുസാ മലയുടെയും തെക്കുവശത്തു കൂടിയുള്ള റോഡാണിത്. അങ്ങനെ അറഫ അതിർത്തിയിൽ ഉള്ള വാദി നമിറയിൽ ളുഹർ വരെ കഴിച്ചുകൂട്ടണം. അറഫയിൽ നിൽക്കാനുള്ള കുളി അവിടെ വെച്ച് നിർവഹിച്ച് ളുഹർ ആ പള്ളിയിൽ വെച്ച് നിസ്കരിച്ച് അവിടെയുള്ള ഖുതുബ ശ്രദ്ധിച്ച് ശേഷം അറഫയുടെ മധ്യഭാഗത്തുള്ള ജബലുർ റഹ്മയിലേക്ക് നടന്ന് അതിൻ്റെ താഴ്ഭാഗത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്ന സ്ഥാനത്ത് നിൽക്കുക. ഇതാണ് ഏറ്റവും ഉത്തമമായ രീതിയും പ്രവാചകചര്യയും. അറഫ ദിനത്തെക്കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ബദർ ദിനം മാറ്റി നിർത്തിയാൽ അള്ളാഹുവിൻ്റെ ശത്രുവായ ഇബ്ലീസ് ഇത്രയും അപമാനിതനും നിന്ദ്യനും നിരാശനും നിസ്സാരനും കോപിഷ്ഠനുമായി മറ്റൊരിക്കലും കാണപ്പെട്ടിട്ടില്ല എന്നാണ്. അറഫ ദിനത്തിൽ അറഫ മൈതാനിയിൽ ഒരുമിച്ചു കൂടുന്ന സർവ്വ മനുഷ്യർക്കും അള്ളാഹു പുറത്തു കൊടുക്കുകയും സ്വർഗം നൽകുകയും ചെയ്യുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അറഫയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്ന സ്ഥലം മനസ്സിലാക്കി അവിടെ നിൽക്കൽ പുരുഷന്മാർക്ക് സുന്നത്താണ്. ജബലുർ റഹ്മയുടെ തെക്ക് ഭാഗത്ത് മലയിലേക്ക് കയറാനുണ്ടാക്കിയ പടവുകളിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ വലതുഭാഗത്തായി മസ്ജിദുസ് സഖ്റ എന്ന പേരിൽ ഒരു പള്ളിയുണ്ടായിരുന്നു. ആ പള്ളിയുടെ സ്ഥലത്തുള്ള പാറക്കല്ലുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്ന സ്ഥലം എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. ജബലുർ റഹ്മയുടെ മുകളിലേക്ക് കയറലിൽ പുണ്യമൊന്നുമില്ല. മാത്രവുമല്ല, ജബലുർ റഹ്മ തെരഞ്ഞെടുക്കാൻ വേണ്ടി സമയം ചെലവഴിച്ച് ദിക്റുകളും ദുആകളും ഉപേക്ഷിക്കുന്നത് ഇബാദത്തിനും പ്രാർത്ഥനക്കുമുള്ള അവസരം നഷ്ടപ്പെടുത്തലാണ്. സൂര്യൻ അസ്തമിച്ചു എന്ന് ഉറപ്പായിക്കഴിഞ്ഞാൽ അറഫയിൽ നിന്ന് പുറപ്പെടുകയായി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജംഅ് അനുവദനീയമായവർ മഗ്രിബ് അറഫയിൽ നിന്ന് നിസ്കരിക്കാതെ ഇശായിലേക്ക് പിന്തിച്ച് ജംആക്കി മുസ്ദലിഫയിലെത്തിയ ശേഷമാണ് നിസ്കരിക്കൽ ഉത്തമം. അല്ലാത്തവർ അറഫയിൽ വെച്ച് മഗ്രിബ് നിസ്കരിച്ചിട്ടേ പുറപ്പെടാവൂ. ഈ സമയത്ത് ബിദ്അത്തുകാർ ഇടപെട്ട് പലരുടെയും നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അത് ഹാജിമാർ പ്രത്യേകം
ശ്രദ്ധിക്കേണ്ടതു തന്നെയാണ്.